നമ്മുടെ ഗ്രൂപ്പിലെ പ്രീതി ചേച്ചിയുടെ ഒരു അനുഭവം പറയട്ടെ. ഹരേ കൃഷ്ണ സാർ, ഞാൻ പ്രീതിയാണേ. ഇന്നലെ ഉണ്ടായിട്ടുള്ള കുഞ്ഞൊരു അനുഭവം പങ്കുവെക്കട്ടെ. ഇന്നലെ രാത്രി എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ അയക്കുന്ന സമയത്ത് പെട്ടെന്ന് നെറ്റിൻ്റെ കണക്ഷൻ പോയിട്ടോ. ചെക്ക് ചെയ്തപ്പോൾ ഫോണിൽ പൈസ ഉണ്ട്, കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ വാട്സാപ്പ്, യൂട്യൂബ് ഇതൊന്നും കിട്ടുന്നില്ല. പല പ്രാവശ്യം ഓഫാക്കി ഓൺ ചെയ്തു, എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ട് നോക്കി, ഒരു രക്ഷയില്ല. ഇന്നലെ ന്യൂ ഇയർ ആയ കാരണം നെറ്റ് ജാമായിട്ടുണ്ടാവും എന്ന് തോന്നി. രാവിലെ നോക്കാമെന്ന് വെച്ചു. രാവിലെ ഫോണ് റീചാർജ് ചെയ്ത് നോക്കി, വീണ്ടും പഴയ പോലെ തന്നെ. അവസാനം ഞാൻ കണ്ണനോട് പറഞ്ഞു, ന്യൂ ഇയർ ആയിട്ട് എന്താ കണ്ണാ ഇങ്ങനെ? ഒഫീഷ്യൽ ഗ്രൂപ്പുകളും ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും? നെറ്റ് കണക്ഷൻ ശരിയായാലും ഞാൻ ഇക്കാര്യം നമ്മുടെ ചാനലിൽ പറയാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞു വീണ്ടും നോക്കി, ഒരു മാറ്റവും. ഇനിയിപ്പോൾ വൈകിട്ട് ഓഫീസ് വിട്ട് വരുമ്പോൾ കടയിൽ കൊടുക്കാം. പെട്ടെന്ന് ഞാൻ വീണ്ടും മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തു. എൻ്റെ ഫോണിൽ 2 സിമ്മുണ്ട്, ഒരു നമ്പറിന് മാത്രമേ വാട്സപ്പ് ഉള്ളൂ. ഞാൻ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. നോക്കുമ്പോൾ നെറ്റ് കണക്ഷൻ ഇല്ലാത്ത നമ്പർ സെലക്റ്റായി കിടക്കുന്നു. ഞാൻ വേഗം തന്നെ നെറ്റുള്ള നമ്പർ സെലക്ട് ചെയ്തു, എല്ലാം ശരിയായി. ഒരിക്കലും ഞാൻ നെറ്റില്ലാത്ത നമ്പർ സെലക്ട് ചെയ്തിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു? കണ്ണൻ്റെ ലീലകൾ. ഞാൻ സന്തോഷത്തോടെ കണ്ണനെ നോക്കി ചിരിച്ചു. അപ്പോൾ പറയാണ്, ഞാൻ നിന്റെ ഓർമ്മയും മറവിയും ബുദ്ധിയും, നീ വെറും ഒരു വട്ടപൂജ്യം, നിനക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ശരിയാണ്, ഇത് തന്നെയല്ലേ സത്യം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പുതുവർഷത്തിൽ. ഹരേ കൃഷ്ണ. പുതുവർഷത്തിൽ പ്രീതി ചേച്ചി ഒന്ന് കളിപ്പിച്ചില്ലേ. കുറേ തിരിച്ചറിവുകളായിട്ടാണ് ഇത്തരം കളിപ്പിക്കലൊക്കെ ഭഗവാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും നല്ലൊരു വർഷം ചേച്ചിക്കും ഗ്രൂപ്പിലുള്ളവർക്കും ചാനലൊക്കെ കാണുന്നവർക്കും കൃഷ്ണഭക്തർക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ. ജോയിൻ ബട്ടണിലൂടെ, യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ. വേറെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ ദിവസം മനോഹരമായിട്ട് അങ്ങോട്ട് തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.